വലിയ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പിൻബലത്തോടുകൂടിയാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. UDF മന്ത്രിസഭയിൽ ഇത് MK മുനീറിന്റെ രണ്ടാം ഊഴമാണ്. കഴിഞ്ഞ 2001 AK ആന്റണി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയായിരുന്നു MK മുനീറിന്. ഇത്തവണ കോഴിക്കോട് സൗത്തിൽ നിന്നും വലിയ പോരാട്ടത്തിലൂടെ വിജയിച്ച MK മുനീറിന് പാർട്ടി അനുവദിച്ചത് പഞ്ചായത്തിന്റെയും സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെയും ചുമതലയാണ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി MK മുനീർ മന്ത്രിസഭയിൽ എത്തുന്ന സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ MK മുനീർ മന്ത്രിസഭാംഗമായിരിക്കുന്നു. ഡോക്ടർ MK മുനീർ. MK മുനീർ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. MK മുനീർ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറ പ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.